Hello, my dear students. Welcome to another session of the Canterbury School of English. Today's class we discuss Block 3, Unit 1, Speaking from English for Communication. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൽ നമ്മൾ സ്പീക്കിംഗ് എന്താണെന്ന് പഠിക്കുന്നു. ദെൻ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്പീക്കിംഗ്, ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീക്കിംഗ്, ദെൻ ടൈപ്സ് ഓഫ് സ്പീച്ചസ് ബേസ്ഡ് ഓൺ ഡെലിവറി, പർപ്പസ്, ഒക്കേഷൻ. അതുപോലെ തന്നെ നമുക്ക് സ്പീക്കിങ്ങിൻ്റെ അകത്തുണ്ടാകുന്ന ഇൻഹിബിഷൻസ് ഒക്കെയാണ് എന്തൊക്കെയാണ്, അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മൾ മിറർ സ്പീക്കിംഗ് എന്ന് പറയുന്ന ടെക്നിക്കിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഫ്രണ്ടിലിരിക്കുന്ന ഓഡിയൻസിനെ നമ്മൾ എങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്, അവരെ അനലൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, അതുപോലെ തന്നെ വളരെ എളുപ്പമായിട്ടുള്ള ചാപ്റ്ററാണ്. എന്നിട്ട് നമുക്ക് ചാപ്റ്റർ ഒന്ന് നോക്കല്ലേ. സോ ഫസ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് സ്പീക്കിംഗ് സ്കിൽസ്. നമുക്കറിയാം, നമുക്ക് 4 സ്കിൽസുകളാണ് കമ്മ്യൂണിക്കേഷൻ്റെ അകത്തുണ്ട്. ഏതൊക്കെ? ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. അതിൻ്റെ അകത്ത് സ്പീക്കിംഗ് എന്ന് പറയുന്നത് വളരെ വലിയൊരു എസെൻഷ്യൽ സ്കില്ലാണ്. നമ്മളുടെ കാര്യങ്ങൾ ബാക്കിയുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇഫക്റ്റീവ് സ്പീക്കിംഗ് സ്ട്രാറ്റജീസ് വേണം. അതുകൊണ്ട് തന്നെ സ്പീക്കിംഗ് സ്കിൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കൊടുത്തിരിക്കുന്നത് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്പീക്കിംഗ് സ്കിൽസ് എന്നുള്ളതാണ്. വൈ ആർ സ്പീക്കിംഗ് സ്കിൽ ഇമ്പോർട്ടൻറ്റ് ടുഡേ? ബിക്കോസ് ഇറ്റ് ഈസ് കൺസിഡേർഡ് as the most effective method of communication. It interconnected with other language skills like listening, reading, and writing. It is essential for excellent communication. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലും ബാക്കിയുള്ള ലാംഗ്വേജസ്, ബാക്കിയുള്ള സ്ട്രാറ്റജീസ്, സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് സ്പീക്കിംഗ് ഉണ്ടായിരിക്കണം. സ്പീക്കിംഗ് സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്തിരിക്കണം. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. പിന്നെ നെക്സ്റ്റ് തന്നെ നമുക്കതിൽ പഠിക്കാനുള്ളത് വാട്ട് ഈസ് ദ ബെനിഫിറ്റ്സ് ഓഫ് സ്പീക്കിംഗ് സ്കിൽസ് എന്നുള്ളതാണ്. ആ ഒരു പോർഷൻ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. നമുക്ക് എന്തിനൊക്കെയാണ് നമ്മുടെ സ്പീക്കിംഗ് സ്കിൽസുകൾ ഉപയോഗിക്കുന്നത്? ഫോർ കരിയർ എൻഹാൻസ്മെന്റ്, ഫോർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, ഫോർ ഡെവലപ്പിംഗ് അവർ ക്രിട്ടിക്കൽ തിങ്കിങ്, for facilitating new social connection and builds leadership skills. ഇത്തരം നമ്മളുടെ ടെക്സ്റ്റിൽ അത് പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ഒന്ന് സമ്മറൈസ് ചെയ്ത് പെട്ടെന്ന് പഠിക്കാൻ തന്നിട്ടുണ്ട്, പഠിക്കാവുന്ന വിധത്തിൽ തന്നിട്ടുണ്ട്. ഇത്തരം നമുക്ക് പോസിബിൾ ചെയ്ത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് സ്പീക്കിംഗ് സ്കിൽസ്? അന്നേരം ഇപ്പം തന്നെ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ പറഞ്ഞു പഠിച്ചു പോകണം. കരിയർ എൻഹാൻസ്മെന്റ്, പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, ഡെവലപ്പിംഗ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് ഒരു കാര്യത്തിനെ പറ്റിയിട്ട് നമ്മളുടേതായ ചിന്തകളെ ഉണ്ടാക്കി, വിമർശനാത്മകമായ ചിന്തകളെ ഉണ്ടാക്കിയെടുക്കാൻ. ഓക്കെ, ആൻഡ് ബിൽഡിംഗ് അപ്പ് ഓഫ് ന്യൂ റിലേഷൻഷിപ്പ്, അതാണ് ഫെസിലിറ്റേറ്റ് ന്യൂ സോഷ്യൽ കണക്ഷൻസ്, ദെൻ ബിൽഡ് ലീഡർഷിപ്പ് സ്കിൽസ്. ദെൻ വാട്ട് യു മീൻ ബൈ പബ്ലിക് സ്പീക്കിംഗ്? അത് നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഈ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം എന്ന് ഞാൻ പറയുന്ന പല കാര്യങ്ങളും ഞാൻ പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വാട്ട് യു മീൻ ബൈ പബ്ലിക് സ്പീക്കിംഗ്? പബ്ലിക് സ്പീക്കിംഗ് എന്ന് വെച്ചാൽ എന്താണ്? പ്രഭാഷണങ്ങൾ നടത്തുക, അങ്ങനെയുള്ള എലക്യൂഷൻസ് നടത്തുക, ഇതൊക്കെയാണ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് റിക്വയർസ് ഹാവിംഗ് എ ക്ലിയർ ഒബ്ജക്റ്റീവ് ടു സിംപ്ലിഫൈ ദ സ്പീച്ച് റൈറ്റിംഗ് പ്രോസസ്. It is effective in delivering messages that can emotionally impact the audience. അന്നേരം മുന്നിലിരിക്കുന്ന ഓഡിയൻസിനെ വൈകാരികപരമായും അതുപോലെ ലോജിക്കൽ പരമായും നമ്മൾ നടക്കുന്ന പ്രസംഗത്തിൽ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സന്ദേശത്തിലേക്ക് ആകർഷിക്കുക. അതുപോലെ തന്നെ ഒരു റൈറ്റിംഗ് പ്രോസസ്സിനേക്കാൾ ഉപരി നമുക്ക് പറയാനുള്ള കാര്യം വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ നമുക്ക് പറയേണ്ട എന്താവശ്യമാണ് അത് കേൾവിക്കാരിലേക്ക് കറക്റ്റായിട്ട് എത്തിക്കുകയും അയാളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇതാണ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. പബ്ലിക് സ്പീക്കിങ്ങിന് എന്ത് വേണം? ക്ലിയർ ആയിട്ടുള്ള സ്പീക്കിംഗ് സ്കിൽസുകൾ വേണം. അതുപോലെ തന്നെ ഓഡിയൻസിനെ ഇമോഷണലി ഇമ്പാക്റ്റ് ചെയ്യാൻ കഴിയണം. നമ്മുടെ മെസ്സേജസിനെ ക്ലിയർ ആയിട്ട് അവരിലേക്ക് എത്തിക്കാൻ സാധിക്കണം. ദെൻ നെക്സ്റ്റ് ഈസ് കീ എബിലിറ്റീസ് ഡെവലപ്ഡ്. ഈ പറയുന്ന പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസിലൂടെ നമുക്കുണ്ടാകുന്ന എബിലിറ്റീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, നല്ലൊരു പബ്ലിക് സ്പീക്കർ ആണെങ്കിൽ അയാൾക്ക് ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യാൻ കഴിയും, ഇല്ലേ? അതുപോലെ തന്നെ അയാൾ ഡയറക്റ്റ് ആയിട്ട് അവരെ അഭിസംബോധന ചെയ്യുന്നുണ്ട്.
ആൻഡ് ദേ ഹാവ് ടു ദ എബിലിറ്റി ടു ഇൻഫോം, ബാക്കിയുള്ളവരെ എന്തെങ്കിലും അറിയിക്കാനുള്ള കഴിവ്, കൺവിൻസ് ചെയ്യാനുള്ള കഴിവ്, ബാക്കിയുള്ളവരെ നേരിടാനുള്ള കഴിവ്, ഡയറക്റ്റ് ചെയ്യാനുള്ള കഴിവ്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, ഇതൊക്കെ ഒരു നല്ലൊരു പബ്ലിക് സ്പീക്കറിന് ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ പൊളിറ്റീഷ്യൻസും നല്ല പബ്ലിക് സ്പീക്കേഴ്സ് ആയിരിക്കും. പ്രൊഫഷണൽ ആൻഡ് ഫോർമൽ പ്രസന്റേഷൻസ് ഇൻക്ലൂഡിങ് പോസിറ്റീവ് ബോഡി ലാംഗ്വേജ്. അതുപോലെ തന്നെ അവർക്ക് അവളുടെ ഒരു പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും, അവരുടെ ഒരു ഫോർമൽ പ്രസന്റേഷൻ രീതിയിലായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ ബോഡി ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. അവർ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ത്രൂ ഔട്ട് ദ സെഷൻ കാണപ്പെടും. ഓക്കെ, അന്നേരം ഈ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ഒബ്ജക്റ്റീവ്സിനെ മറ്റൊരാളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. നമ്മളുടെ മെസ്സേജസിനെ ഇമോഷണലി ബാക്കിയുള്ളവരിലേക്ക് ഇമ്പാക്റ്റ് ചെയ്യിപ്പിക്കുന്ന വിധത്തിൽ അവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നു. അതുവഴി നമുക്ക് അവരെ ഇൻഫോം ചെയ്യാനും കൺവിൻസ് ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും പറ്റുന്നു. ഡയറക്റ്റ് ചെയ്യുന്ന വെച്ചാൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഏറ്റെടുക്കുക. അതുപോലെ തന്നെ ഒരു പ്രൊഫഷണലിസം, ഒരു ഫോർമൽ പ്രസന്റേഷൻ രീതിയും ഒക്കെ നമ്മളുടെ സ്പീച്ചസിലേക്ക് വരികയും ത്രൂ ഔട്ട് ദ സെഷൻ നമുക്കൊരു ബോഡി പോസിറ്റീവ് ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീച്ചസ് ഉണ്ട്. ഈ സ്പീച്ചസിനെ മൂന്നായിട്ട് ബേസ്ഡ് ഓൺ ഇറ്റ്സ് അട്രിബ്യൂഷൻ തിരിച്ചിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ഇറ്റ്സ് അട്രിബ്യൂഷൻ, അതായത് ഡെലിവറി, പർപ്പസ്, സ്പെഷ്യൽ ഒക്കേഷൻ. ഓക്കെ, ടൈപ്സ് ഓഫ് types of speeches based on delivery, types of speeches based on purpose, types of speeches based on special occasion. വരാം, ഡെലിവറി എന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റ് നമുക്കതാണ് നോക്കേണ്ടത്. ഡെലിവറി എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. എ മോഡൽ സ്പീക്കർ ഓൾവേസ് കീപ്സ് ഇൻ മൈൻഡ് ദ ഡെലിവറി മെത്തേഡ് ദറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ ഡെലിവറിങ് എ പർട്ടിക്കുലർ മെസ്സേജ്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് പ്രസംഗിക്കുന്നതിന് മുൻപ് അതെങ്ങനെ പ്രസംഗിക്കണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടാകും. ആ ചിന്ത വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അവിടെ ചെന്ന് പ്രസംഗിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഓഡിയൻസിൻ്റെ എന്താ ലിറ്ററസി, അവരുടെ രീതി, അവരുടെ സമീപനം, ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന കാര്യത്തിൻ്റെ പ്രസക്തി, ഇതൊക്കെ അനുസരിച്ച് അത് വ്യത്യാസപ്പെടാം. ഓക്കെ, അന്നേരം പലതരത്തിലുള്ള സ്പീച്ചസ് ഉണ്ട്. ഇംപ്രോംപ്റ്റ് സ്പീക്കിംഗ്, extemporaneous speaking, manuscript speaking, memorized speaking, etc. അന്നേരം ഈ പറഞ്ഞിട്ടുള്ള ബേസ്ഡ് ഓൺ ഡെലിവറി നമ്മൾ അതിനെ നാലായിട്ടാണ് പ്രധാനമായിട്ടും തരംതിരിക്കുന്നത്. ഇംപ്രോംപ്റ്റു സ്പീക്കിംഗ്, എക്സ്റ്റംപോറേനിയസ്, ദെൻ മാനസ്ക്രിപ്റ്റ്, മെമ്മറൈസ്ഡ്. ഇംപ്രോംപ്റ്റു എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺപ്രിപ്പേർഡ് ആയിരിക്കും. നിങ്ങൾ ആ ഒരു വാക്കൊക്കെ ഒന്ന് നോക്കണേ. ഇംപ്രോംപ്റ്റ് എന്ന് വെച്ചാൽ ആ ഒരു പെട്ടെന്ന് നമ്മളിലേക്ക് ഒരു വിഷയം എടുത്തില്ല. നിങ്ങളിപ്പം കണ്ടിട്ടുണ്ടാവും, നമുക്ക് ഒരു വിഷയം തന്നിട്ട് പെട്ടെന്ന് അതിനെപ്പറ്റി സംസാരിക്കാൻ പറയും. നമ്മൾ അതിനെപ്പറ്റി പ്രിപ്പേർഡ് അല്ല. സോ അൺപ്രിപ്പേർഡ് ആൻഡ് സ്പോണ്ടേനിയസ്, ഡെലിവേർഡ് വിതൗട്ട് പ്രയർ നോട്ടീസ് ഓർ പ്രിപ്പറേഷൻ, ചലഞ്ചിങ് ഡ്യൂ ടു ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ ടൈം. അന്നേരത്തേക്ക് വേദിയിലിരിക്കുന്ന നമ്മൾ എന്താ പറയുക, ഒരു സ്ഥലത്തേക്ക് ചെന്നപ്പോഴാണ് അറിയുന്നത്, പെട്ടെന്ന് തന്നെ നമ്മുടെ പേര് വിളിച്ചിട്ട് ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കാൻ നമ്മളെ വേദിയിലേക്ക് വിളിക്കുക. എത്രയൊക്കെ നല്ല പ്രാസംഗികനാണെങ്കിലും ശരി, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഇങ്ങനെ ഉണ്ടാകുന്ന അവസരങ്ങളിൽ നമുക്ക് ഒരു ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ തോന്നും. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ടൈമും അനുഭവപ്പെടും. പറയാൻ കാര്യങ്ങളിൽ ഒരു അവ്യക്തത കുറവൊക്കെ അനുഭവപ്പെടും. Extemporaneous speaking, prepared and planned in advance, but delivered without notes or a script, allows for flexibility in presentation. Extemporaneous speaking എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നേരത്തെ കൂട്ടി എന്ത് വിഷയത്തിനെ പറ്റിയിട്ടാണ് നമ്മൾക്ക് പ്രസംഗിക്കേണ്ടതിനെ പറ്റി വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും നേരത്തെ കൂട്ടി. പക്ഷേ പ്രസംഗിക്കാൻ വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നോട്ട്സോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവരുന്നില്ല. ഓൺ ദ വേ നമ്മൾ ഈ പറയുന്ന ആ ഒരു സബ്ജക്റ്റിൽ നല്ല ഗ്രാഹ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ വളരെ ഫ്ലെക്സിബിളായിട്ട് ഓഡിയൻസിനോട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അയാൾ ഒന്നിനു പിറകെ ഒന്നായി സംസാരിക്കുന്നു. അതാണ് എക്സ്റ്റംപറേനിയസ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത മാനുസ്ക്രിപ്റ്റ് സ്പീക്കിംഗ്. Read directly from a written text or a manuscript, useful when exact wording is crucial, ബട്ട് മേ ലാക്ക് ഓഡിയൻസ് എൻഗേജ്മെന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു പ്രസംഗിക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾ അവിടെ വന്നു നിന്നിട്ട് ഒരു പേപ്പർ നോക്കി അതിൻ്റെ അകത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ വായിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് മാനുസ്ക്രിപ്റ്റ് സ്പീക്കിംഗ്. പക്ഷേ ഇവിടേക്ക് വരുമ്പം നമ്മൾ എഴുതി വെച്ച ഒരു കാര്യത്തിനെ അതുപോലെ വായിക്കുമ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന ഓഡിയൻസുമായിട്ടൊരു എൻഗേജ്മെന്റ് ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ഒരു അൺനാച്ചുറാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഇതാണ് മാനുസ്ക്രിപ്റ്റ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്
memorized speaking. Speech is memorized word for word, less effective for dynamic speaking, suited for the exact language is needed. So ഇവിടേക്ക് വരുമ്പോൾ സ്പീച്ച് നമ്മൾ കാണാതെ എന്തോ കാര്യം പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യത്തിനെ വേർഡ് ബൈ വേർഡ് ആയിട്ട് നമ്മളിങ്ങനെ എന്താണ് പറയുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് ഒരു ഡൈനാമിക് സ്പീക്കിങ്ങിന്റെ ഭാഗത്തേ വരുന്നില്ല. കാരണം ഏതെങ്കിലും ഒരു മൊമെന്റിൽ ആരെങ്കിലും എണീറ്റ് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു ഫ്ലോ പോവുകയും പിന്നീട് ഇവർക്ക് തിരിച്ച് ആ സ്പീച്ചിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരാൻ പറ്റാതായി ഇവർ പലതും മറന്നു പോവുകയും ചെയ്യുന്നുണ്ടാകും. സോ ഇതൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്പീക്കിംഗ് സ്ട്രാറ്റജി അല്ല. ഇവര് ചില മേഖലയിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം ഒരു ഹിന്ദി പ്രഭാഷണം നടത്തുകയാണ്. ഓക്കെ, കുട്ടിക്ക് ഹിന്ദി നല്ല വശമില്ല എന്നുണ്ടെങ്കിൽ കുട്ടി എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഹിന്ദി ലാംഗ്വേജിലുള്ള ഒരു പർട്ടിക്കുലർ സ്പീച്ച് കാണാതെ പഠിച്ച് കുറേ നേരം പ്രാക്ടീസ് ചെയ്ത് കുട്ടി പോകുന്നു. സോ ഇതിനൊക്കെയാണ് മെമ്മറൈസ്ഡ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. അന്നേരം നേരത്തെ പറഞ്ഞ പോലെ ബേസ്ഡ് ഓൺ ഡെലിവറി ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻടു 4 ടൈപ്സ്: ഇംപ്രോംപ്റ്റു, അൺപ്രിപ്പയർഡ്, then extemporaneous, prepared and planned in advance, delivered with the flexibility. Manuscript speaking, read directly from a text or a manuscript, but it is not that good. It lack audience engagement. Then memorized speaking, here the speaker memorized each word by word, but it is less effective. ഇത്രയാണ് ഡെലിവറി. ഇനി ബേസ്ഡ് ഓൺ ഇറ്റ്സ് എ പർപ്പസ് നമുക്ക് നോക്കാം. Based on its purpose, speeches are divided into different types. Okay, like a persuasive speech, informative speech, demonstrative speech, and entertaining speech. ഇത് നാലായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. പെർസ്വേസീവ്, ഇൻഫോർമേറ്റീവ്, ഡെമോൺസ്ട്രേറ്റീവ്, എന്റർടൈനിങ്. നമ്മുടെ പർപ്പസ് എന്ന് വെച്ചാൽ എന്താ, എന്തെങ്കിലും ഒരു കാര്യസാധ്യം. ഓക്കെ, അന്നേരം പെർസ്വേസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അനുനയിപ്പിക്കുക, ഒരാളെ അനുനയിപ്പിക്കുക. അന്നേരം അതെങ്ങനെയാണ് നമ്മൾ പറയുന്ന കാര്യത്തിലേക്ക് പ്രസംഗിച്ചുകൊണ്ട് ഒരാളെ അനുനയിപ്പിച്ചു കൊണ്ടുവരിക, അതാണ് പെർസ്വേസീവ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇറ്റ് എയിംസ് ടു കൺവിൻസ് ഓർ ഇൻഫ്ലുവൻസ് ദ ഓഡിയൻസ് ബിലീവ്സ്, വാല്യൂസ് ഓർ വ്യൂസ്. Challenging and impactful requires the addressing and challenging audience existing perspectives. അന്നേരം നമ്മളുടെ ജനങ്ങളുടെ നിലവിലുള്ള വിശ്വാസത്തെയോ അവരുടെ മോറൽ വാല്യൂസിനെയോ അവരുടെ കാഴ്ചപ്പാടുകളെയോ ഒക്കെ നമ്മളുടെ പ്രസംഗത്തിലൂടെ എന്ത് ചെയ്യുന്നു, സ്വാധീനിക്കുകയും അതിൽ തിരുത്തുകൾ വരുത്താൻ സാധിപ്പിക്കുകയും ചെയ്യും. ഇത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒന്നാണ്. ഇത് ഓഡിയൻസിന്റെ ഇപ്പോഴുള്ള കാഴ്ചപ്പാടുകളെ, എക്സിസ്റ്റിംഗ് പെർസ്പെക്റ്റീവ്സിനെ തിരുത്താനും അവരെ പുതിയ വഴിയിലേക്ക് നയിക്കാനും പ്രാപ്തമാക്കുന്നു. ഇതാണ് പെർസ്വേസീവ് സ്പീച്ച് എന്ന് പറയുന്നത്. നിങ്ങൾ പിന്നീട് പഠിക്കും ജൂലിയസ് സീസർ എന്നുള്ള ഡ്രാമയിൽ മാർക്ക് ആന്റണി ജൂലിയസ് സീസറിനെ ബ്രൂട്ടസ് വധിച്ചു. ഓക്കെ, നിങ്ങൾ യൂട്യൂബ് ബ്രൂട്ടസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. ഓക്കെ, അങ്ങനെ റോമൻ പടനായകനായ ജൂലിയസ് സീസറിനെ അദ്ദേഹത്തിന്റെ ഉറ്റ ചങ്ങാതിയായ ബ്രൂട്ടസ് വധിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മറ്റൊരു സുഹൃത്തായ മാർക്ക് ആന്റണി ഈ പറയുന്ന ജൂലിയസ് സീസറിന്റെ ശവശരീരത്തിന് ഫ്രണ്ടിൽ വെച്ച് ഒരു പ്രസംഗം നടത്തും. ആ പ്രസംഗത്തോടുകൂടി അവിടെയുള്ള ജനങ്ങൾ മുഴുവനും, അതുവരെ ജൂലിയസ് സീസർ കൊള്ളാത്ത വ്യക്തിയാണ്, ഈ ജൂലിയസ് സീസറിനെ ബ്രൂട്ടസ് വധിച്ച് എന്തുകൊണ്ട് നന്നായി എന്ന് കരുതുന്ന റോമൻ ജനത ആ ഒരു പ്രസംഗത്തോടുകൂടി ബ്രൂട്ടസിനെതിരെ തിരികെ ബ്രൂട്ടസിനെ കൊല്ലുകയും ചെയ്യുന്നു. അതാണ് പെർസ്വേസീവ് സ്പീച്ചിങ്, അല്ലെങ്കിൽ അനുനയിപ്പിക്കുക, ആൾക്കാരുടെ മനസ്സ് മാറ്റുക എന്ന് പറയുന്നതിന്റെ പ്രസക്തി. ഇൻഫോർമേറ്റീവ് സ്പീക്കിംഗ് നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടതോ ഒക്കെ ആയിരിക്കും, ജോബ് ഓറിയന്റഡ് എഡ്യൂക്കേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഓൺ എ സ്പെസിഫിക് ടോപ്പിക് ടു എഡ്യൂക്കേറ്റ് ഓഡിയൻസ്, ഇൻവോൾവ്സ് എക്സ്പ്ലെയിനിങ്, നറേറ്റിംഗ്, ഡിസ്ക്രൈബിംഗ് ടു കൺവേ അണ്ടർസ്റ്റാൻഡിങ്. നമ്മളുടെ കോളേജുകളിലൊക്കെ സെമിനാറുകളൊക്കെ നടക്കുന്നു, കോൺഫറൻസ് ഒക്കെ നടക്കുമ്പോൾ ഒരാൾ, ഒരു നറേറ്റർ വന്നിട്ട് അല്ലെങ്കിൽ ഒരു സ്പീക്കർ വന്നിട്ട് ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ അവിടെ ഇരിക്കുന്ന കുട്ടികളോട് സംസാരിക്കുന്നത് എന്താണ്, ഇൻഫർമേറ്റീവ് സ്പീച്ചാണ്. അവരോട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നു, നറേറ്റ് ചെയ്യുന്നു, ഡിസ്ക്രൈബ് ചെയ്യുന്നു. സോ ഇത് ഒരു ഇൻഫർമേറ്റീവ് സ്പീച്ചാണ്. ഇനി ഡെമോൺസ്ട്രേറ്റീവ് സ്പീച്ച്. It shows how to perform a specific action through a step-by-step approach focused on demonstrating a process or technique. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, എങ്ങനെയാണ് ഒരു ലാബിൽ
ലാബിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയത്തില്ലേ, ഒരു കെമിക്കൽ കോമ്പൗണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതും വേണ്ട, എങ്ങനെയാണ് ഒരു നല്ല പാചകം, ഒരു പായസം ഉണ്ടാക്കുന്നത്, അത് കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞ് പറഞ്ഞ് തരുന്നതിനെയാണ് നമ്മൾ ഡെമോൺസ്ട്രേറ്റീവ് സ്പീച്ച് എന്ന് പറയും. സോ ഷോസ് ഹൗ ടു പെർഫോം എ സ്പെസിഫിക് ആക്ഷൻ ത്രൂ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച്. ഓരോന്നിനെ പടിപടിയായിട്ട് നമുക്ക് കൃത്യമായി കാര്യങ്ങൾ ഗ്രഹിച്ച് പറഞ്ഞു തരിക. അവിടെ ഒരു കാര്യത്തിന് ഒരു ടെക്നിക്കൽ വൈസ് ആയിട്ട് നമ്മളുടെ ഫ്രണ്ടിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Entertaining speech, primarily intended to amuse and engage the audience, designed for enjoyment, often involving humor or light-hearted content. ഓക്കെ, എന്റർടൈൻമെന്റ് സ്പീച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ കോമഡി പ്രോഗ്രാമുകൾ ഇതൊക്കെയാണ് അതിൻ്റെ അകത്തേക്ക് വരുന്നത്. പ്രൈമറി പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരെ വളരെ ഹ്യൂമറസ് ആയിട്ട്, അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വളരെ രസകരമായിട്ട് തോന്നുന്ന വിധത്തിൽ അതിനെ കൈകാര്യം ചെയ്യുക. വളരെ ലൈറ്റ് ഹേർട്ടഡ് കണ്ടന്റുകളായിരിക്കും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നുണ്ടായിരിക്കുക. നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് സ്പീച്ചസ് അക്കോർഡിംഗ് ടു സ്പെഷ്യൽ ഒക്കേഷൻ. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ സ്പെഷ്യൽ ഒക്കേഷൻ സ്പീച്ചസ്. ഇതെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഔപചാരികമായ ഒരു സന്ദർഭങ്ങളിൽ നമ്മൾ നടത്തുന്ന സ്പീച്ചസ്, അതിനുണ്ടാകുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. സോ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സ്പീച്ച്. ഇൻട്രൊഡക്ഷൻ സ്പീച്ച് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഇപ്പം നിങ്ങളുടെ കോളേജുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതു സദസ്സിലേക്ക് വരുമ്പോൾ മെയിൻ സ്പീക്കർ വരുന്നതിന് മുൻപ്, മുഖ്യ പ്രാസംഗികൻ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് രണ്ട് വാക്ക് പറഞ്ഞ് അദ്ദേഹത്തിനെ ജനങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം വന്ന് സംസാരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ ഇൻട്രൊഡക്ഷൻ സ്പീച്ച്. So, brief in a speech, it is a brief speech to introduce the main speaker and capture the audience attention. So, ഇവിടെ മെയിൻ സ്പീക്കറിലേക്ക് ഓഡിയൻസിന്റെ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യുന്ന വിധത്തിൽ ഈ പറയുന്ന മെയിൻ സ്പീക്കറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സംസാരിക്കുന്നതാണ് ഇൻട്രൊഡക്ഷൻ സ്പീച്ച് എന്ന് പറയുന്നത്. Then presentation speech delivered during award functions to recognize and honor the achievements of the recipients. സോ പ്രസന്റേഷൻ സ്പീച്ച് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അവാർഡ് ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് ആ റെസിപ്പിയന്റിന്റെ, ആ സ്വീകരിക്കുന്ന വ്യക്തിയെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടും ഓണർ ചെയ്തുകൊണ്ടും അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ്സുകൾ പറഞ്ഞുകൊണ്ടും പ്രസംഗിക്കുന്നതാണ് പ്രസന്റേഷൻ സ്പീച്ച് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വലിയൊരു അച്ചീവ്മെന്റ് അവാർഡ് കിട്ടി, ഫോർ എക്സാമ്പിൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയെങ്കിൽ ആ വ്യക്തി വേദിയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇതിനു മുൻപ് കിട്ടിയ പദവികളെക്കുറിച്ചും അദ്ദേഹം വഹിക്കുന്ന ചുമതലകളെക്കുറിച്ചും ഒക്കെ ഓൺ സ്ക്രീൻ ബോർഡിൽ കാണിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പറ്റി സംസാരിക്കുന്നതാണ് പ്രസന്റേഷൻ സ്പീച്ച് എന്ന് പറയുന്നത്. അന്നേരം അവാർഡ് ഫംഗ്ഷനുകളിലൊക്കെ ഒരു വ്യക്തിയെ റെക്കഗ്നൈസ് ചെയ്യാൻ, അക്നോളജ് ചെയ്യാനായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നു. Then toast, short speech to appreciate or honor a person or event in special occasion. ഒരു സ്പെഷ്യൽ ഒക്കേഷനിൽ ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു വ്യക്തിയെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട്, ഓണർ ചെയ്യാനായിട്ട് പറയുന്ന ഷോർട്ട് സ്പീച്ചാണ് ടോസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു പ്രോഗ്രാം നന്നായിട്ട് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞ് അതൊക്കെ ഇറങ്ങി കഴിയുമ്പം ആ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിന് മുമ്പ് അവിടേക്ക് ഒരാൾ കയറി വന്നിട്ട് പറയാണ്, ഇന്ന ഒരു പ്രോഗ്രാം വളരെ നന്നായിട്ട് കണ്ടക്ട് ചെയ്ത താങ്കൾക്കും താങ്കളുടെ കൂടെ ഇതിനെ നയിച്ച ടീമിനും നന്ദി എന്നൊക്കെ പറയുന്ന വളരെ ഷോർട്ട് സ്പീച്ചിനെ നമുക്ക് ടോസ്റ്റ് എന്ന് പറയും. ദെൻ ദ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടിട്ടുണ്ടാകും. ഹ്യൂമറസ് ട്രിബ്യൂട്ട് സ്പീച്ച് ദാറ്റ് ടീസസ് ആൻഡ് പ്രൈസസ് ദ ഓണറി ഫോർ ദെയർ അച്ചീവ്മെന്റ്. സോ ഈ പറയുന്നത് തന്നെ, ഈ ഏതെങ്കിലും ഒരു അവാർഡ് ഫംഗ്ഷൻ ആയിക്കോട്ടെ, അല്ലാതെ സാധാരണ നമ്മൾ റോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സിനിമയിൽ നിന്നുള്ള കഥാപാത്രങ്ങൾ റോസ്റ്റ് ചെയ്യുന്നു, റീൽസിലുള്ള കാര്യങ്ങൾ റോസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, അല്ലേ? അന്നേരം സ്പീച്ചിൽ റോസ്റ്റ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ, ആ വ്യക്തി അവാർഡൊക്കെ വാങ്ങിച്ചു പോയി ഇറങ്ങിക്കഴിഞ്ഞ് ഇദ്ദേഹത്തിന് അറിയാവുന്ന ആൾക്കാർ വീണ്ടും പ്രസംഗിക്കുകയാണെങ്കിൽ അവർ ഇദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള ഇൻസിഡൻസുകളെ പറ്റി പറയും. ആ സമയത്ത് അവർ ഒരുമിച്ച് പഠിച്ചപ്പോൾ ഉള്ള കാര്യങ്ങളും അവർ അദ്ദേഹത്തിനെ ടീസ് ചെയ്തും കളിയാക്കിക്കൊണ്ടും അദ്ദേഹത്തിന് പ്രൈസ് ചെയ്തുകൊണ്ടും അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റിൽ അദ്ദേഹത്തിനെ വളരെ പ്രൗഡാക്കിക്കൊണ്ടും ഒക്കെ സംസാരിക്കുന്നതാണ് റോസ്റ്റ് എന്ന് പറയുന്നത്. Then acceptance speech given by an award recipient to express gratitude for honor. തന്നെ ഇവിടെ ഓണർ ചെയ്തതിൽ
വളരെയധികം നന്ദി അറിയിച്ചുകൊണ്ട് അവാർഡി നടത്തുന്ന പ്രസംഗമാണ് അക്സെപ്റ്റൻസ് സ്പീച്ച് എന്ന് പറയുന്നത്. Then commemorative speech delivered at events like conferences or seminars to celebrate or honor someone or something. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നടത്തിയ ഫംഗ്ഷന് കഴിഞ്ഞ വർഷം ഈ ഒരു ഫംഗ്ഷൻ നടത്തിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രമുഖനായ വ്യക്തി, അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല, അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഈ ഒരു അഭാവം ഞങ്ങൾക്ക് വേദനാജനകമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെയും കൂടെ അവിടെ അനുസ്മരിക്കുന്നു എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് കൊമമറേറ്റീവ് സ്പീച്ച്. So it is delivered at events like a conference or seminars to celebrate or honor someone or something. എന്തിന് ആരെങ്കിലും ഓണർ ചെയ്യാനോ അല്ലെങ്കിൽ അവരെ സെലിബ്രേറ്റ് ചെയ്യാനോ അവരുടെ ഏതെങ്കിലും പ്രത്യേക ഇവന്റുകളെ സെലിബ്രേറ്റ് ചെയ്യാനോ ഒക്കെ നമുക്ക് ഈ കൊമമറേറ്റീവ് സ്പീച്ച് ഉപയോഗിക്കാം. Then farewell speech, planned goodbye speech for someone leaving an organization or institution. അതുപോലെ തന്നെ ഫെയർവെൽ സ്പീച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫെയർവെൽ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആരെങ്കിലുമൊക്കെ പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് കൊടുക്കുന്ന സ്പീച്ചാണ് എന്തെന്ന് പറയുന്നത് ഫെയർവെൽ സ്പീച്ച് എന്ന് പറയും. ഇവിടേക്ക് വരുമ്പോൾ ഇത്രയും നാൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു കലാലയത്തിന് വേണ്ടി ഇവരെന്തൊക്കെയാണ് പ്രവർത്തിച്ചത്, ഇവരുടെ നേട്ടങ്ങൾ ഈ കലാലയത്തിലേക്ക് എന്തൊക്കെയായിരുന്നു, ഇവരുടെ അഭാവത്തിൽ അത് കലാലയത്തിൽ എങ്ങനെ റിഫ്ലക്ട് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ഫെയർവെൽ സ്പീച്ച് എന്ന് പറയുന്നത്. ദെൻ യൂളജി സ്പീച്ച് ഡെലിവേർഡ് അറ്റ് എ ഫ്യൂണറൽ ആൻഡ് എ മെമ്മോറിയൽ സെറിമണീസ് ടു ഗ്ലോറിഫൈ ദ പേഴ്സൺ ഹു ഹാസ് ജസ്റ്റ് പാസ്ഡ് അവേ. ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ മരണപ്പെട്ട വ്യക്തിയെ മരണപ്പെട്ട വ്യക്തിയുടെ മൃതദേഹം അടക്കുന്നതിന് മുൻപ് ആ മൃതദേഹത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെ പ്രൈസ് ചെയ്ത് ഗ്ലോറിഫൈ ചെയ്ത് അദ്ദേഹം ജനങ്ങളോട് ചെയ്ത നന്മകളെ പറഞ്ഞ് അദ്ദേഹം കുടുംബത്തിനോട് നാടിനോടും കാണിച്ചിട്ടുള്ള നന്മകളെ എടുത്തു പറഞ്ഞുകൊണ്ട് നടത്തുന്ന പ്രസംഗമാണ് യൂളജി സ്പീച്ച് എന്ന് പറയുന്നത്. അന്നേരം ഇത് നമുക്ക് 5 മാർക്കിനൊക്കെ ചോദിക്കാം. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സ്പീച്ചസ് എസ്സേ ആയിട്ടും ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ടൈപ്സ് ഓഫ് സ്പീച്ചസ് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ഏതൊക്കെയാണ് വരുന്നത്? ഇൻട്രൊഡക്ഷൻ സ്പീച്ച് വരുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ സ്പീച്ചിൽ മെയിൻ സ്പീക്കറിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്രസന്റേഷൻ സ്പീച്ചിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന അവാർഡ് ഫംഗ്ഷൻ അതിൻ്റെ റെക്കഗ്നൈസ് ചെയ്യുന്നു, അതിനെ അച്ചീവ്മെന്റ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് പ്രസന്റേഷൻ സ്പീച്ചിൽ പറയുന്നത്. ഈ പറയുന്ന റെക്കഗ്നൈസ് ചെയ്ത അവാർഡ് എന്തൊക്കെ അച്ചീവ്മെന്റ് നേടി എടുത്തു അദ്ദേഹത്തിനെ ഓണർ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ദെൻ ടോസ്റ്റ് എന്ന് പറയുന്നത് ഈ അവാർഡ് റെക്കഗ്നൈസ് അല്ലെങ്കിൽ അവാർഡ് കിട്ടിയ വ്യക്തിയെ അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടും അദ്ദേഹത്തിനെ ഓണർ ചെയ്തുകൊണ്ടും നടത്തുന്ന ഒരു ചെറിയ സ്പീച്ചാണ് ടോസ്റ്റ് എന്ന് പറയുന്നത്. റോസ്റ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ വന്നുകൊണ്ട് അദ്ദേഹത്തിനെ പ്രൈസ് ചെയ്തുകൊണ്ടും അതേസമയം തന്നെ അദ്ദേഹത്തിനോടൊപ്പമുള്ള പല രസകരമായ നിമിഷങ്ങളെ കളിയാക്കി പറഞ്ഞുകൊണ്ടും ഒക്കെ പറയുന്നതാണ് റോസ്റ്റ് എന്ന് പറയുന്നത്. അക്സെപ്റ്റൻസ് സ്പീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് കിട്ടിയ ഈ അംഗീകാരത്തിനെ കൃതജ്ഞതാപൂർവം സ്വീകരിക്കുന്നുവെന്ന് അവാർഡി പറയുന്ന സ്പീച്ചാണ് അക്സെപ്റ്റൻസ് സ്പീച്ച്. കൊമമറേറ്റീവ് സ്പീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റാരുടെയെങ്കിലും ഒരു അഭാവമുണ്ട്, പക്ഷേ ആ അഭാവത്തെ അവരുടെ അഭാവത്തിലും താങ്കൾ അവരെ ഉൾക്കൊള്ളുന്നു എന്ന് കാണിക്കാൻ അവരുടെ കാര്യങ്ങളെ സെലിബ്രേറ്റ് ചെയ്യും, ഓണർ ചെയ്യും, അവരെ പറ്റി പ്രസംഗിക്കുകയും ചെയ്യുന്നതാണ് കൊമമറേറ്റീവ് സ്പീച്ച്. ഫെയർവെൽ സ്പീച്ച് പിരിഞ്ഞു പോകുന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന ഓർഗനൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ഒരു പ്ലാൻഡ് ഗുഡ് ബൈ സ്പീച്ചാണ് ഫെയർവെൽ സ്പീച്ച് എന്ന് പറയുന്നത്. യൂളജി സ്പീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയെ അടക്കുന്നതിന് മുമ്പ് അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവൃത്തികളെ ഗ്ലോറിഫൈ ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ഒരു സ്പീച്ചാണ് യൂളജി സ്പീച്ച്. മസ്റ്റായിട്ട് 5 മാർക്കിന് ചോദിക്കാം. ഇനി നെക്സ്റ്റ് ആണ് നമുക്ക് വരുന്നത് സ്പീക്കിംഗ് ടു ദ മിറർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സ്പീക്കിംഗ് ടു ദ മിറർ. ഓക്കെ, അല്ലെങ്കിൽ റൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്പീക്കിംഗ് ടു മിറർ. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ എഴുതണം, ബെനിഫിറ്റ്സ് ഓഫ് സ്പീക്കിംഗ് ടു മിററും എഴുതണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്പീക്കിംഗ് ടു മിറർ നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 3 ദിവസം കഴിഞ്ഞ ഇൻ്റർവ്യൂ ഉണ്ട്. അങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ നോക്കിയും ഗൂഗിളിൽ നോക്കിയും ഒക്കെ ചെയ്തൊക്കെ വെച്ചു, പക്ഷെ നമ്മൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. നമുക്ക് ബാക്കിയുള്ളവരുടെ ഫ്രണ്ടിൽ ചെന്ന് പറയാനൊരു മടി. എങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് സ്വയം പ്രാക്ടീസ് ചെയ്യുക. സ്വയം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവരവരുടെ വൊക്കാബുലറിയും അതുപോലെ തന്നെ അവനവൻ്റെ ബോഡി ലാംഗ്വേജ് നമുക്ക് സ്വയം കാണാൻ പറ്റും. അങ്ങനെ
മൂന്നോ നാലോ അഞ്ചോ വട്ടം സ്വയം പ്രാക്ടീസ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തു അതൊന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. വീഡിയോ റെക്കോർഡ് ചെയ്ത് അതിൻ്റെ അകത്ത് വിക്കലുകളും മാറ്റങ്ങളും ഒക്കെ മാറ്റി അതും കൂടെ കുറേയും കൂടെ പെർഫെക്റ്റ് ആക്കിയിട്ട് നമ്മൾ വീട്ടുകാരുടെ ഫ്രണ്ടിൽ പെർഫോം ചെയ്യുന്നു, കൂട്ടുകാരുടെ ഫ്രണ്ടിൽ പെർഫോം ചെയ്യുന്നു. അങ്ങനെ വലിയൊരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യും. സോ സ്പീക്കിംഗ് ടു മിററിന് നമ്മളുടെ ലാംഗ്വേജിന് ഡെവലപ്പ് ചെയ്യാനും സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാനും വലിയൊരു പ്രസക്തി തന്നെയാണ് ഉള്ളത്. അതെന്താണെന്ന് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് കോൺഫിഡൻസ്. ഈ ഒരു സ്പീക്കിംഗ് ടു മിററിൽ നമ്മൾ ആദ്യം സെൽഫ് കോൺഫിഡൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. As it is essential for effective speech delivery. Without it, the speech's purpose may be lost. Self-confidence enhance the attractiveness, self-respect, self-worth, mental health and independence. ഈ പറയുന്ന സെൽഫ് കോൺഫിഡൻസിന് നമ്മളുടെ പഠനത്തിലും അതുപോലെ തന്നെ ജീവിതത്തിലും പ്രസംഗ കലയിലും ഒക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. നല്ലൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല 10 പേരുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് എന്തെങ്കിലും പറയാൻ സാധിക്കത്തുള്ളൂ. അവനവന്റെ സെൽഫ് കോൺഫിഡൻസ് ആണ് ഒരു വ്യക്തിയെ അട്രാക്റ്റീവ് ആക്കുന്നത്, ഒരു വ്യക്തിക്ക് സെൽഫ് റെസ്പെക്റ്റ് നൽകുന്നത്, അയാളെ സെൽഫ് വർത്ത് ആക്കുന്നത്, അയാളുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്നത്, ആ വ്യക്തി ഇൻഡിപെൻഡന്റ് ആക്കുന്നത്. അതുകൊണ്ട് സെൽഫ് കോൺഫിഡൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അന്നേരം വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് കോൺഫിഡൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതാണ് എഴുതേണ്ടത്. ഇനി നമുക്ക് മിറർ ടെക്നിക്കിലേക്ക് പോവാം. ഇറ്റ് ഈസ് എ സിമ്പിൾ എക്സസൈസ് ടു ബൂസ്റ്റ് കോൺഫിഡൻസ് ആൻഡ് ഇംപ്രൂവ് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ്. ഇറ്റ് ഇൻവോൾവ്സ് പ്രാക്ടീസിംഗ് സ്പീച്ചസ് ഓർ പോസിറ്റീവ് അഫർമേഷൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ, യൂസ്ഡ് ബൈ മെനി പബ്ലിക് ഫിഗേഴ്സ് to prepare for important events. The mirror serves as a self-analysis tool and trusted companion for self-improvement. So, ഈ പറഞ്ഞിട്ടുള്ള മിറർ ടെക്നിക്ക് എന്ന് നമ്മൾ പറയുന്ന കാര്യം ഇതെന്ന് പറയുന്ന ഒരു എക്സസൈസ് ആണ്. എന്തിനുള്ള എക്സസൈസ്? നമ്മുടെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസുകൾ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു എക്സസൈസ് ആണ്. ഇവിടേക്ക് വരുമ്പോൾ വളരെ പോസിറ്റീവ് അഫർമേഷൻസ് മിററിന്റെ ഫ്രണ്ടിൽ നിന്ന് കൊടുക്കുന്നു. എന്താണ് ഈ പോസിറ്റീവ് അഫർമേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ആം ഏബിൾ ടു ഡു ഇറ്റ്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്? പോസിറ്റീവ് അഫർമേഷൻസ് ആണ്. എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, ഓക്കെ, ഞാനിത് നേടിയെടുക്കും, ഞാനിത് പാസ്സാകും എന്നൊക്കെ 150 തവണ നമ്മൾ ഓരോ വട്ടവും നമ്മൾ നമ്മളോട് പറയുമ്പോൾ അത് നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കാണുന്ന വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പബ്ലിക് ഫിഗേഴ്സുകളെല്ലാം തന്നെ അവർ പല ഇവന്റുകൾക്ക് മുന്നേ അവരുടെ തന്നെ മിറർ റിഫ്ലക്ഷനോട് അവർ സംസാരിക്കാറുണ്ട്. ഇതൊരു സെൽഫ് അനാലിസിസ് ടൂളായിട്ട് കരുതപ്പെടുന്നു. അവനവന്റെ സെൽഫിനെ ഇംപ്രൂവ് ചെയ്യാനും. കാരണം നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ആരെയാണ്? നമ്മളെ തന്നെയാണ്, അല്ലേ? വി കൺസിഡർ അവേഴ്സെൽസ് ആസ് ദ ട്രസ്റ്റഡ് കമ്പാനിയൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും നമ്മൾ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമുക്ക് അധികം ഹേർട്ട്നെസ് തോന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മളോട് പറയുക, നമ്മളോട് സംസാരിക്കുക, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക, ഇതുവഴി സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക. സോ ഇതാണ് മിറർ ടെക്നിക്ക് എന്ന് പറയുന്നത്, അവനവനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാനുള്ള ടെക്നിക്ക്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു പോസിറ്റീവ് അഫർമേഷൻ, ഇല്ലേ? അഫർമേഷൻ സ്റ്റേറ്റ്മെന്റുകൾ എന്നാണ് ഇതിന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് അഫർമേഷൻ സ്റ്റേറ്റ്മെന്റുകളുണ്ട്, നെഗറ്റീവ് അഫർമേഷൻ സ്റ്റേറ്റ്മെന്റുകളുണ്ട്. പോസിറ്റീവ് അഫർമേഷൻ സ്റ്റേറ്റ്മെന്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിത അവസ്ഥയൊക്കെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ളതാണ്. എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഐ ക്യാൻ ഡു ഇറ്റ്, ഓക്കെ, ഐ വാണ്ട് ടു ഡു ഇറ്റ്, ഐ ഷ്യൂർലി പാസ് ഇറ്റ്, ഓക്കെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളോട് തന്നെ സംസാരിക്കുന്നതാണ് പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സെൽഫ് ബിലീഫും നമ്മുടെ റെഡിനെസ്സും നമ്മുടെ കോൺഫിഡൻസും ഒക്കെ ഇത് ബൂസ്റ്റപ്പ് ചെയ്യും. അതേസമയം നെഗറ്റീവ് അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റുകൾ, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, എന്നെ കൊണ്ട് പറ്റത്തില്ല, അയ്യോ ഇത് ഞാൻ ജയിക്കത്തില്ല, ഒരുപാട് ആൾക്കാരുണ്ട്, ഈ ഇന്റർവ്യൂവിന് പോയാൽ ഞാൻ തോറ്റുപോകും എന്നൊക്കെ പറയുന്നത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റുകളാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കുറയും. അതുകൊണ്ട് തന്നെ എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവ് അഫർമേഷൻ, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ചിന്ത ഡെവലപ്പ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ആണ് മിറർ ടെക്നിക് സ്റ്റെപ്സ് ആൻഡ് ബെനിഫിറ്റ്സ്. നോക്കാം. സ്റ്റെപ്സ് ഫോർ പ്രാക്ടീസിങ് മിറർ ടെക്നിക്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ലാർജ് മിറർ, സ്ട്രൈറ്റൻ യുവർ ബാക്ക്, ബ്രീത്ത് ഡീപ്ലി. Look yourself in the eyes confidently, radiating optimism, and add a light smile. Make a positive affirmation such as, I believe in myself, I can. Visualize your goals, affirm your ability to achieve them, and maintain positive thoughts. Practice for 5 to 10 minutes.
ഫോക്കസിങ് ഓൺ യുവർ ഗസ്റ്റേഴ്സ് ആൻഡ് ബോഡി ലാംഗ്വേജ് ആസ് യു സ്പീക്ക്. നമുക്ക് ചോദിക്കട്ടോ. അന്നേരം എന്താ നേരത്തെ ഞാൻ പറഞ്ഞു വട്ട് യു മീൻ ബൈ മിറർ ടെക്നിക്, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ മിറർ ടെക്നിക്സ്, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് മിറർ ടെക്നിക്. ഇതൊക്കെ 5 മാർക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതണം. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ആദ്യം ഒരു വലിയ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുക. കുഞ്ഞു കണ്ണാടി എന്നില്ല, വലിയ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുക. നിങ്ങളുടെ ഹോൾ ബോഡി കാണാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല, എന്ന് വെച്ചാൽ ഫ്രണ്ട്. ദെൻ നമ്മൾ നമ്മളുടെ നടുവൊക്കെ നിവർത്തി നന്നായിട്ട് ശ്വാസം എടുത്ത് നെഞ്ചൊക്കെ വിരിച്ച് പ്രൗഡായിട്ട് നിൽക്കുക. അവിടെ നമ്മുടെ കണ്ണുകൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കണം. നമ്മളുടെ മുഖത്ത് ഒരു പ്രസരിപ്പുണ്ടായിരിക്കണം. നമ്മൾ പുഞ്ചിരിയോടുകൂടി നമ്മളെ തന്നെ നോക്കി നിൽക്കണം. അവിടെ നമ്മൾ നമ്മളോട് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ എന്നെ വിശ്വസിക്കുന്നു, എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും, ഞാനത് നേടിയെടുക്കും. ഐ ബിലീവ് ഇൻ മൈസെൽഫ്, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ വിൻ ഇറ്റ്. അവിടേക്ക് നമ്മൾ പറയുന്ന നമ്മളുടെ ഗോൾസുകളുണ്ട് ഇല്ലേ. എനിക്ക് ഡിഗ്രി നല്ല രീതിയിൽ പാസ്സാകണം, എനിക്ക് ഡിഗ്രി ഒരു ഫസ്റ്റ് ക്ലാസ് എബവായിട്ട് പാസ്സാകണം, എനിക്ക് അതിനുശേഷം PG ചെയ്യണം, എനിക്ക് അടുത്ത 1 വർഷത്തിനകം ഷുവറായിട്ട് ജോലി കിട്ടണം. ഇതൊക്കെ എൻ്റെ ഗോളുകളാണ്. ആ ഗോളിലേക്ക് എത്താനുള്ള പോസിറ്റീവ് തോട്ടുകൾ ഞാൻ നിറയ്ക്കുന്നു. ഓരോ ദിവസവും 5-10 മിനിറ്റ് ഞാൻ അതിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ മിററിലൂടെ എന്നോട് തന്നെ സംസാരിക്കുകയാണ്. ഓരോ സമയവും ഞാൻ എൻ്റെ ബോഡി പോസ്ചേഴ്സ് ചെക്ക് ചെയ്യുന്നു, ഞാൻ സംസാരിക്കുന്ന രീതി ചെക്ക് ചെയ്യുന്നു. ഞാൻ എനിക്ക് എവിടെങ്കിലും ഒരു ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ പോകുന്നതിന് ഒരാഴ്ച മുമ്പേ ഞാൻ എൻ്റെ പ്രാക്ടീസ് തുടങ്ങുന്നു. ഓരോ നിമിഷവും ഞാൻ എൻ്റെ കണ്ണാടിയിൽ നിന്ന് കാണുന്ന എൻ്റെ പ്രതിബിംബത്തോട് ഞാൻ എന്നെ തന്നെ ഇമ്പ്രൂവ് ആക്കാൻ ആവശ്യപ്പെടുന്നു. ഞാൻ നല്ലവനാണെന്നും എനിക്ക് എന്നെ വിശ്വാസമുണ്ടെന്നും എനിക്ക് പലതും നേടാൻ സാധിക്കുമെന്നും ഞാൻ എന്നോട് ഉറപ്പ് പറയുന്നു. ഓക്കെ, ഇതാണ് സ്റ്റെപ്സ് ഫോർ പ്രാക്ടീസിങ് മിറർ ടെക്നിക് എന്ന് പറയുന്നത്. ഇനി ബെനിഫിറ്റ്സ് ഓഫ് മിറർ ടെക്നിക് എന്തൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ബൂസ്റ്റ്സ് അവർ സെൽഫ് എസ്റ്റീം, ഇറ്റ് ബൂസ്റ്റ്സ് അവർ മോട്ടിവേഷൻ, ഇറ്റ് പ്രൊവൈഡ്സ് unmitigating optimism. Then it builds beliefs in one's abilities and willingness to try new things. It reduces inferiority and fosters self-acceptance. It increases comfort with eye contact and enhances firmness and resilience. It encourages higher goal setting and confidence in achieving them. It improves self-regard and positive self-image. സോ ഇതിന്റെ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാ? ഒരു വ്യക്തിയുടെ സെൽഫ് എസ്റ്റീം, അതുപോലെ തന്നെ അവന്റെ മോട്ടിവേഷൻ, അവന്റെ ഒപ്റ്റിമിസം, ഇതെല്ലാം വർദ്ധിപ്പിക്കാൻ, അവനിലുള്ള ഈ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന വഴി അവനക്കൊരു തോട്ട് ഡെവലപ്പ് ചെയ്യാണ്. എനിക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എനിക്ക് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നതിനേക്കാളേറെ ഒരുപാട് കഴിവുകൾ. നീ ഒരു കഴിവില്ലാത്തവനാണെന്നല്ല നമ്മൾ പറയുന്നത്, എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവുകളെ കണ്ടെത്താൻ ഞാൻ പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്, പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, എൻ്റെ ഉള്ളിലെ ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കാലക്രമേണ ഇല്ലാതാകുകയാണ്. ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുകയാണ്, ഞാൻ എന്നെ ഒരുപാട് അക്സെപ്റ്റ് ചെയ്യുകയാണ്. അവിടേക്ക് വരുമ്പോൾ ഞാൻ എന്നോട് തന്നെ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഞാൻ എന്നോട് തന്നെയുള്ള ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാണ്. നാളെ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന വ്യക്തിയോട് ഐ കോണ്ടാക്ട് ഡെവലപ്പ് ചെയ്ത് സംസാരിക്കാനുള്ള കഴിവ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഞാൻ എന്നെപ്പറ്റി ഒരുപാട് ഹൈ തിങ്കിങ് നടത്തുന്നു. അവിടേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ ഗോളുകൾ സെറ്റ് ചെയ്യാണ്. എനിക്ക് അടുത്ത 2 വർഷത്തിനകം ഒരു ജോലി സെറ്റാക്കണം, അതെൻ്റെ ഒരു ഹയർ ഗോളാണ്. അതിന് വേണ്ടിയിട്ടുള്ള കോൺഫിഡൻസ് ഞാൻ ഇന്നേ അച്ചീവ് ചെയ്ത് തുടങ്ങും. കാരണം ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു. എനിക്ക് എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരു വ്യക്തിയല്ല. കാരണം മറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനായവനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ബെനിഫിറ്റ്സ് ഓഫ് മിറർ ടെക്നിക് എന്ന് പറയുന്നത്. ഇത് മറക്കത്തില്ലല്ലോ, അല്ലേ? ഇനി നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രസംഗിക്കാനായിട്ട് ഒരു സ്ഥലത്ത് പോവുകയാണ്. ഒരു സ്ഥലത്ത് പോകുന്നതിന് മുമ്പ് നമ്മൾ പോകുന്ന ആ സ്ഥലത്തെക്കുറിച്ചും നമ്മൾ പ്രസംഗിക്കാൻ പോകുന്ന ഓഡിയൻസിനെ കുറിച്ചും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ ഏത് തരത്തിലുള്ള ആൾക്കാരാണ്, അവരുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവരുടെ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞു വെച്ചിട്ട് വേണം അവിടെ പോയി സംസാരിക്കാൻ. So, what is the importance of audience understanding? എന്താണ്? It helps to shape the speech based on audience values, beliefs, characteristics.
Its factors to consider include audience familiarity with the topic, role, organizational position, relationship to the speaker. Effective audience analysis aids in achieving communication goals and enhancing audience engagement. അതാണ് നമ്മളൊരു സ്ഥലത്ത് പോയി നിന്ന് സംസാരിക്കുന്നതിന് മുമ്പ് അവിടുത്തെ ഓഡിയൻസിനെ അറിയണം എന്ന് പറയുന്നതിന്റെ ആവശ്യകത എന്താണ്? അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ മൂല്യങ്ങൾ, അവരുടെ പ്രത്യേകതകൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ ആ ഓഡിയൻസിന്റെ പറ്റി ഒരു ഫെമിലാരിറ്റി ഡെവലപ്പ് ചെയ്യും. നമ്മൾ അവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണ്? ആ ടോപ്പിക്കിൽ എൻ്റെ റോൾ എന്താണ്? ഈ പറയുന്ന ജനങ്ങൾക്ക് അത് എത്രമാത്രം സ്വീകാര്യമാണ്? ഓക്കെ, ഒരു സ്പീക്കർ എന്നുള്ള നിലയിൽ എനിക്ക് അവരുമായിട്ട് എങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാം? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ആ സ്പീച്ച് ഒന്നിനും കൊള്ളാത്ത കുറച്ച് ആൾക്കാർ ഫോൺ നോക്കി ഇരിക്കുന്ന മാത്രമായ ഒരു സ്പീച്ചായി മാറും. Effective audience analysis aids in achieving communication goals, enhancing audience engagement. നല്ല ഓഡിയൻസ് എൻഗേജ്മെന്റ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള കമ്മ്യൂണിക്കേഷൻ ഗോൾസുകൾ സാറ്റിസ്ഫൈ ചെയ്യണം. അവിടെ പ്രാസംഗികൻ പ്രസംഗിക്കുന്നതിനോടൊപ്പം തന്നെ ഓഡിയൻസിന്റെ എൻഗേജ്മെന്റ് ഉണ്ടാകും. എന്തൊക്കെയാണ് എൻഗേജ്മെന്റ്? ഞാനിപ്പോൾ പ്രസംഗിക്കുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർ ഞാൻ പറയുന്നത് കേട്ട് എന്തെങ്കിലും നോട്ട്സ് പോലെ അത് എഴുതിയെടുക്കുകയാണെങ്കിൽ അവർ ശ്രദ്ധിക്കുന്നു എന്നാണ് അർത്ഥം. രണ്ടാമത്, അവർ ഞാൻ പ്രോപ്പറായിട്ട് എന്നെ ശ്രദ്ധിച്ച് ഇരിക്കുക, നോക്കുക, എന്നോട് ഒരു ഐ കോണ്ടാക്ട് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതും ശ്രദ്ധിക്കുന്നു എന്നാണ് അർത്ഥം. മൂന്നാമത്തെ എന്ന് പറയുന്നത് എന്താണ്? അവർ സ്മൈൽ ചെയ്യുന്നു. ഞാൻ എന്തെങ്കിലും പ്രോപ്പറായിട്ടുള്ള ഗസ്റ്റേഴ്സിന് അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഊന്നിയ ഒരു കാര്യങ്ങൾ പറയോ അവരുടെ മുഖത്തും അതിൻ്റെതായ ഇമോഷണൽ റിയാക്ഷൻസ് ഫോം ചെയ്യുന്നു. ഇതെല്ലാം തന്നെ അവർ ശ്രദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. സോ ഇങ്ങനെയുള്ള ഓഡിയൻസ് തങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യവും അനലൈസ് ചെയ്യുന്നു. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഓഡിയൻസിൽ അറിഞ്ഞിരിക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയിലേക്ക് പോകുന്നത്. ഇനി ഓഡിയൻസ് ടൈപ്സ് ആൻഡ് സ്ട്രാറ്റജീസ്. പലതരത്തിലുള്ള ഓഡിയൻസ് ഉണ്ട്. ആരൊക്കെയാണ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ഹൊസ്റ്റൈൽ ഓഡിയൻസ്, ക്രിട്ടിക്കൽ ഓഡിയൻസ്, അൺഇൻഫോംഡ് ഓഡിയൻസ്, സിമ്പത്തറ്റിക് ഓഡിയൻസ്. ഓക്കെ, ഇതൊക്കെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള പോയിന്റ്സുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഐഡിയാസ് മതി സത്യത്തിൽ നിങ്ങൾക്ക് അത് കാര്യങ്ങളൊന്ന് ഡെവലപ്പ് ചെയ്യും. ഓഡിയൻസിന് അവരുടെ സ്ട്രാറ്റജീസിന്റെ ടൈപ്പിൽ നമ്മൾ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഹൊസ്റ്റൈൽ, ക്രിട്ടിക്കൽ, അൺഇൻഫോംഡ് ആൻഡ് സിമ്പത്തറ്റിക്. ഇനി ഹൊസ്റ്റൈൽ എന്ന് വെച്ചാൽ എന്താ? ശേ, ഒരു താല്പര്യമില്ലാത്ത കുറച്ച് ആൾക്കാർ. ഓക്കെ, എന്ന് വെച്ചാൽ സ്പീക്കർ വന്ന് അവിടെ നിന്ന് സംസാരിക്കുകയാണ്, അദ്ദേഹം ഘോരം പ്രസംഗം നടത്തുകയാണ്, പക്ഷെ ഈ ഇരിക്കുന്ന വ്യക്തികൾക്ക് ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. സോ അങ്ങനെയുള്ള ഓഡിയൻസിനെയാണ് നമ്മൾ ഹൊസ്റ്റൈൽ ഓഡിയൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദേ ആർ അൺഇൻട്രസ്റ്റഡ് ഓർ ഒപ്പോസ്ഡ് ടു ദ സ്പീക്കേഴ്സ് ഐഡിയാസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കർ കേൾക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികൾ, അല്ലെങ്കിൽ ഇയാൾ പറയുന്ന കാര്യത്തിനോട് എതിർപ്പുള്ള കക്ഷി, ഇതൊക്കെ എന്തിൽ വരും? ഹൊസ്റ്റൈൽ ഓഡിയൻസിൽ വരും. സോ നമുക്ക് ഇവരെ മെരുക്കാൻ എന്താണ് പരിപാടി? ഓക്കെ, ഇവരെ ഒന്ന് ശ്രദ്ധിപ്പിച്ചിരുത്താൻ എന്താണ് പരിപാടി? അതാണ് സ്ട്രാറ്റജീസിൽ നമ്മൾ പറയുന്നത്. യൂസ് ഹ്യൂമർ, ആസ്ക് ക്വസ്റ്റ്യൻസ്, പ്രൊവൈഡ് റെഫറൻസ്, ബിൽഡ് ട്രസ്റ്റ്. അവരിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. ഒക്കെ പറയുന്ന കാര്യത്തിനെ കുറിച്ച് കുറച്ച് റെഫറൻസുകൾ പറയുക. ഇടയ്ക്കിടയ്ക്ക് അവരോട് എന്തെങ്കിലും ക്വസ്റ്റ്യനുകൾ ചോദിക്കുക, നർമ്മ സംഭാഷണങ്ങൾ നടത്തുക. ഇതുവഴി അവരുടെ അറ്റൻഷൻ ഒരു പരിധി വരെയെങ്കിലും പിടിച്ചു നിർത്താൻ സാധിക്കും. ഇനി ക്രിട്ടിക്കൽ ഓഡിയൻസ്, നമ്മൾ എന്ത് പറഞ്ഞാലും കുറെ ചോദ്യമായിട്ട് കുറെ കൊനസ്റ്റ് ക്വസ്റ്റ്യനുകളുമായിട്ട് വരും. ഓക്കെ, അവർ നമ്മളെ പറയുന്നത് എന്താണ്, എങ്ങനെയാണ്, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചു വരുന്ന ആൾക്കാരാണ് ക്രിട്ടിക്കൽ ഓഡിയൻസ്. ദേ അനലൈസ് അവർ സ്പീച്ച്, ദേ മേ ചലഞ്ച് അവർ പോയിന്റ്സ്. നമ്മൾ പറയുന്നതിനെ അവർ ചലഞ്ച് ചെയ്യാം, അവർ അനലൈസ് ചെയ്യാം, എക്സെട്ര. അന്നേരം ഈ സെമിനാറുകളിലും കോൺഫറൻസുകളിലും ഒക്കെ നമ്മൾ കാണുന്ന ഈ തരത്തിലുള്ള ഓഡിയൻസിനാണ്. കാരണം അവർ ചുമ്മാ വന്നിരിക്കുകയല്ല, ഈ വന്നിരിക്കുന്ന ആൾക്കാർ തൻ്റെ ഫ്രണ്ടിൽ നിന്ന് പ്രസംഗിച്ച വ്യക്തി പ്രസംഗിച്ചു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ഷെയർ ആയിട്ട് അവരെന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ ഇവിടേക്ക് വരുമ്പോൾ സ്ട്രാറ്റജീസ് ഇൻക്ലൂഡ് പ്രസന്റ് സ്ട്രോങ് എവിഡൻസ്, ഡിസ്കസ് ബോത്ത് സൈഡ്സ്,
അവോയ്ഡ് എക്സാജറേഷൻ. ഒരു കാര്യത്തിനെ പെരുപ്പിച്ചൊന്നും പറയില്ല, അതാണ് എക്സാജറേഷൻ. പിന്നെന്താണ്, പറയുമ്പോൾ എന്ത് കാര്യത്തിനെ പറ്റി പറഞ്ഞാലും അതിന്റെ നല്ലതും മെറിറ്റും ഡീമെറിറ്റും പറയുക. അതുപോലെ തന്നെ എന്ത് കാര്യം പറഞ്ഞാലും അത് തെളിവ് സഹിതം നിരത്തി പറയുക, അതിന് സ്ട്രോങ് എവിഡൻസ് കൊടുക്കുക. അല്ലാതെ അവിടെ കുറച്ച് കാര്യം നടന്നു, ഇവിടെ കുറച്ച് കാര്യം നടന്നു, ഇങ്ങനെയൊന്നും പറയില്ല. എവിടെ, എന്ത്, എപ്പോൾ, എങ്ങനെ, അങ്ങനെ ഒരു വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മറുപടി പറയുന്ന തരത്തില് പറയണം. The uninformed audience, okay, lacks knowledge on the topic എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുങ്ങളുടെ ഫ്രണ്ടിൽ ചെന്ന് പ്രസംഗിക്കാൻ നിൽക്കുക. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുങ്ങളുടെ ചെന്നിട്ട് ആഹ് ആഹ് പറയാണ്, ഇന്ത്യൻ ഫിലോസഫിയെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഓക്കെ, 5ാം ക്ലാസ്സിലെ കൊച്ചിനോട് എന്താണ് ഇന്ത്യൻ ഫിലോസഫിയെ കുറിച്ചിട്ടാണ് പറയാനിരിക്കുന്നത്. കൊച്ചിന് വല്ലതും അറിയാതെ, കൊച്ച് ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ, ടീച്ചറിനെ പേടിച്ച് ഈ പറയുന്ന ആളിനെ നോക്കി മിണ്ടാതിരുന്നാൽ തന്നെ അവിടെ എന്ത് നടക്കുന്നില്ല, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. അവിടെ ഓഡിയൻസ് വളരെ റെസ്റ്ലെസ് ആകുന്നുണ്ട് ഗ്രാജുവലി. കാരണം അവർക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് ഒന്നും തന്നെ അറിഞ്ഞുകൂടാ. സോ സ്ട്രാറ്റജീസ് ആസ് ക്വസ്റ്റ്യൻസ് ടു ഗേജ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മളൊരു കാര്യം പ്രസംഗിക്കുന്നതിന് മുമ്പ് അവർക്ക് എന്ത് അറിയാം എന്നുള്ളതിനെ പറ്റി അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക. എക്സ്പ്ലെയിൻ ബേസിക്സ്, വളരെ ചെറിയ കാര്യങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. യൂസ് സിമ്പിൾ ലാംഗ്വേജ്, റിലേറ്റ് ഇൻഫർമേഷൻ ടു ഫെമിലിയർ കോൺസെപ്റ്റ്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഷ ഉപയോഗിക്കുക. അവർക്ക് പരിചിതമായ കാര്യങ്ങളിൽ നിന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിക്കുക. ഓക്കെ, അന്നേരം if your audience is lack knowledge, you have to ask questions to gauge their understanding. Explain the basic thing, use simple language to demonstrate thing, relate your current information to their familiar concepts. Then sympathetic audience, അതാരാണ് sympathetic? They are positive, engaged and emotionally receptive audience. Okay, അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയാൻ വളരെ പോസിറ്റീവായിട്ട്, വളരെ എനർജറ്റിക് ആയിട്ട്, വളരെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ഓഡിയൻസ് ആണ് സിമ്പത്തറ്റിക് ഓഡിയൻസ്. ഓക്കെ, അവിടെ ദേ മെയിൻറ്റെയിൻ enthusiasm ആൻഡ് റീഇൻഫോഴ്സ് ദ കണക്ഷൻ. അന്നേരം അവരെ, ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരൻ, അല്ലെങ്കിൽ ഒരു ഗായകൻ, അല്ലെങ്കിൽ ഒരു നർത്തകി നിങ്ങളുടെ കോളേജിലേക്ക് എന്തിനു വരികയാണ്, ഒരു പ്രസംഗം നടത്താൻ വരികയാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. വേണ്ട, ദുൽഖർ സൽമാൻ വരട്ടെ. ദുൽഖർ സൽമാൻ വരുമ്പോൾ ഈ പറയുന്ന ആൾക്കാർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാകുമ്പോഴത്തേക്ക് ദുൽഖർ സൽമാൻ വരുമ്പോൾ അദ്ദേഹം പ്രസംഗിക്കാൻ കയറുമ്പോഴത്തേക്ക് എല്ലാവരും കിടന്ന് അലച്ച് ബഹളം ഉണ്ടാക്കുമോ? ഒരിക്കലും ഇല്ല. നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി, അദ്ദേഹം എന്താ പറയുന്നതെന്ന് അറിയാം, അല്ലേ? സോ വി ഹാവ് ടു മെയിൻറ്റെയിൻ enthusiasm, റീഇൻഫോഴ്സ് ദ കണക്ഷൻ. അന്നേരം വന്ന ഉടനെ അദ്ദേഹത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യും. മീൻസ് അദ്ദേഹം എങ്ങനെയായിരിക്കും സംസാരിക്കുക, അദ്ദേഹം എന്തായിരിക്കും സംസാരിക്കാൻ പോവുക. പക്ഷെ ഗ്രാജുവലി അദ്ദേഹം സംസാരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രീതി നമ്മളെ മടുപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ടച്ച് വിട്ടു. സോ ദ സ്ട്രാറ്റജി നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ഓഡിയൻസ് ആണ് അത് എന്നുണ്ടെങ്കിൽ, വി ഹാവ് ടു മെയിൻറ്റെയിൻ enthusiasm, റീഇൻഫോഴ്സ് ദ കണക്ഷൻ. അവരുമായിട്ടുള്ള കണക്ഷൻ നിലനിർത്തുക. ത്രൂ ഔട്ട് ദ സ്പീച്ച് വളരെ അടിപൊളിയായിട്ട് enthusiastic ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഇവര് ഇത്രയാണ് നമ്മളുടെ ടൈപ്സ് ഓഫ് ഓഡിയൻസ് സ്പീച്ച് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിയൻസ് ഉണ്ട്, അല്ലേ? ഹൊസ്റ്റൈൽ എന്ന് വെച്ചാൽ തീരെ താല്പര്യമില്ല, ഡിസ്ഇൻട്രസ്റ്റഡ്, ഒപ്പോസ്ഡ് ആണ്. ഓക്കെ, അവരെ നമ്മൾ എന്ത് ചെയ്യണം, വളരെ ഹ്യൂമറസ് ആയിട്ട് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ച് റെഫറൻസ് ഒക്കെ കൊടുത്ത് ഇച്ചിരി വിശ്വാസമൊക്കെ കൊടുത്ത് കൊണ്ടുപോകണം. ഇനി നെക്സ്റ്റ് കാറ്റഗറിയാണ് നേരത്തെ പറഞ്ഞ ക്രിട്ടിക്കൽ ഓഡിയൻസ്. ഇവരാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ച് വല്ല കോൺഫറൻസും സെമിനാറും ഒക്കെ ഉള്ളപ്പോഴാണ് ഇങ്ങനെയുള്ള ഓഡിയൻസ് അവിടെ ഉണ്ടാകുക. നമ്മൾ പറഞ്ഞ കാര്യത്തിനെ എന്തുകൊണ്ടിങ്ങനെ അനാലിറ്റിക്കലായിട്ട് ചലഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇങ്ങനെ ഉള്ളപ്പം ഇവരെ നേരിടാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വളരെ സ്ട്രോങ് എവിഡൻസുകൾ നിരത്തണം. പറയുന്ന കാര്യത്തിന്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഒക്കെ പറയണം. ഒരു കാര്യവും എക്സാജറേറ്റ് ചെയ്യാൻ പാടില്ല. ഇനി നെക്സ്റ്റ് ആണ് അൺഇൻഫോംഡ് ഓഡിയൻസ്. അൺഇൻഫോംഡ് എന്ന് പറയുന്ന സംഭവാമി യുഗേ, അവർക്ക് യാതൊന്നും ഇതിനെപ്പറ്റി അറിയത്തില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു കാര്യം പ്രസംഗിക്കുന്നതിന് മുമ്പ് അവരുടെ നോളജ് എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അവർക്ക് ബേസിക് തൊട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഫെമിലിയർ കോൺസെപ്റ്റിനെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് വേണം ഇപ്പോഴുള്ള ഇൻഫർമേഷൻസ് പറഞ്ഞു കൊടുക്കാൻ. പിന്നുള്ള ആൾക്കാരാണ് സിമ്പത്തറ്റിക് ഓഡിയൻസ്. ഇവർ വളരെ വൈബുള്ള ആൾക്കാരാണ്, വളരെ പോസിറ്റീവാണ്, ഇമോഷണലി വളരെ റിസപ്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്.
ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുപോകാൻ നമുക്ക് വളരെ പ്രയാസമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ enthusiasm മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എപ്പോഴും ഇവരെ അങ്ങനെ റീഇൻഫോഴ്സ് ചെയ്ത് കണക്ട് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് നോക്കണം. ഇനി നെക്സ്റ്റ് ആണ് ബെനിഫിറ്റ്സ് ഓഫ് ഓഡിയൻസ് അണ്ടർസ്റ്റാൻഡിങ്. ഇനി ഈ പറയുന്ന നമ്മുടെ ഈ ഓഡിയൻസിനെയൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് എന്താ ഗുണം? ഓക്കെ, എന്തുകൊണ്ടാ ഗുണം? നമ്മളുടെ മെസ്സേജസ് കറക്റ്റ് ആയിട്ട് അവരിലേക്ക് എത്തിക്കാനും അവരെ മനസ്സിലാക്കിക്കാനും സാധിക്കും. അതുപോലെ തന്നെ അവരിൽ നിന്ന് നമുക്ക് വളരെ ഫേവറബിൾ ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടും. ഇല്ലെങ്കിൽ തക്കാളി, ചീമുട്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടും. ഓക്കെ, ഇടി ഒക്കെ കിട്ടും. It allows the adaptation to various audience sizes and medium, whether face to face or virtual. നിങ്ങൾ ഇനിയിപ്പോൾ സൂം മീറ്റിംഗ് ആയിക്കോട്ടെ, നിങ്ങൾ ഫേസ് ടു ഫേസ് ആയിക്കോട്ടെ, അതല്ല നിങ്ങളിപ്പോൾ ഒരു പബ്ലിക് ആയിട്ട് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ആ ഓഡിയൻസിന്റെ സൈസും അവരുടെ നോളജും ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് അവരുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ കഴിയാനും ഈ പറഞ്ഞ ഓഡിയൻസ് അണ്ടർസ്റ്റാൻഡിങ് സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് പഠിക്കേണ്ട വേറൊരു ഘടകമാണ് ഓവർ ഇൻഹിബിഷൻ. എന്താപ്പാ ഈ സംഭവം ഓവർ ഇൻഹിബിഷൻ? ഇപ്പം പല ആൾക്കാർക്കും സ്റ്റേജ് ഫിയർ കാണും. അയ്യോ ടീച്ചറെ, എന്നെ സ്റ്റേജിൽ കയറ്റില്ലേ, എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, ഞാൻ സ്റ്റേജിൽ കയറിയ ഒന്നും ചെയ്യത്തില്ലേ, ഇങ്ങനെ പറയുന്ന ഒരുപാട് കുട്ടികളെ എനിക്കറിയാം കേട്ടോ. പക്ഷേ ആൾക്കാർ വളരെ പുള്ളിയാണ്. ആൾക്കാർ നന്നായിട്ട് പാടും, നന്നായിട്ട് ഡാൻസ് കളിക്കും. പക്ഷെ അവർക്ക് സ്റ്റേജിൽ കയറാൻ വയ്യ. 5 പേരുടെ ഫ്രണ്ടിൽ നിന്ന് പാടാൻ പറ്റത്തില്ല, മറന്നുപോകും. സോ ദാറ്റ് ഈസ് വാട്ട്സ് കാൾഡ് ഓവർ ഇൻഹിബിഷൻ. ഈ ഓവർ ഇൻഹിബിഷൻ എന്തുകൊണ്ടാണ് മക്കളെ ഉണ്ടാകുന്നതെന്ന് അറിയാം? നമ്മുടെ നാണം കൊണ്ടാണ്, ഷൈനെസ് കൊണ്ടിട്ടാണ് ഉണ്ടാകുന്നത്. ഈ ഷൈനെസ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? നമുക്ക് നമ്മളിലുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഒരു വ്യക്തിക്ക് തന്നിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്തുണ്ടാകത്തില്ല? നാണം ഉണ്ടാകത്തില്ല. ചിലവർ പറയത്തില്ല ഒരല്പ നാണമൊക്കെ ആകാം. ഓക്കെ, എന്ന് വെച്ചാൽ എന്താ കാണിക്കുന്നത്? താൻ അങ്ങ് കൂടുതൽ ഓവർ സ്മാർട്ട് ആകല്ലേ ഇടൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ shyness can inhibit clear communication, but it is not innate or unchangeable. ഇല്ലേ, ഷൈനസ് എന്ന് പറയുന്നത് ഒരാളുടെ ഒരാളുടെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് അയാൾ ജനിക്കുമ്പോഴേ ഉണ്ടാകുന്നതല്ല, അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതൊന്നും അല്ല. പല ആൾക്കാരും ഷൈനസ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ കാലക്രമേണ അവരുടെ നാണമൊക്കെ വിട്ടുമാറി പബ്ലിക്കിലേക്ക് ഇടിച്ചു കയറി വന്ന് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. Inhibitions can overcome by recognizing that behavior can be shaped by willpower and environment. നമ്മളുടെ ആ ഒരു സന്ദർഭവും സാഹചര്യവും നമ്മുടെ വിൽ പവറും ഒക്കെ മാറ്റിമറിച്ചുകൊണ്ട് സ്വയം നമ്മൾ ചേർത്ത ആ ചട്ടക്കൂടിൽ നിന്ന്, ആ നാണത്തിൽ നിന്ന്, ബാക്കിയുള്ളവരെ എന്ത് വിചാരിക്കും എന്നുള്ള തോന്നലിൽ നിന്ന് ഒക്കെ ഇതിലൊക്കെ അതൊക്കെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് മുന്നോട്ട് വന്നാലേ നമുക്ക് രക്ഷയുള്ളൂ. അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവൻ എന്നെ കളിയാക്കൂ, ഇവരെന്നെ പറ്റി എന്ത് പറയും, ഇതൊന്നും ഒരു ബാധകമല്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ നമ്മുടെ സാഹചര്യങ്ങളും നമ്മളുടെ വിൽ പവറും ഒക്കെ സ്വയം തേച്ച് മിനുക്കി എടുത്ത് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് നമ്മളുടെ പേടി, ഭയം, നാണം, കോൺഫിഡൻസ് ഇല്ലായ്മ ഇതിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു സക്സസ്ഫുൾ സ്പീക്കർ ആകണം, നിങ്ങൾക്ക് നല്ലൊരു ടീച്ചർ ആകണം, നല്ലൊരു ലീഡർ ആകണം, നിങ്ങൾക്ക് വേണ്ടത് ഓവർകം യുവർ ഇൻഹിബിഷൻ. സോ ഫസ്റ്റ് ഈസ് സ്റ്റെപ്സ് ടു ഓവർകം യുവർ ഇൻഹിബിഷൻ. Express your opinions, learn from mistakes, take presentation opportunities, build supportive networks. Step out of your comfort zone. മക്കളെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് തന്നെ. സോ ഫസ്റ്റ് ഈസ് എക്സ്പ്രസ് യുവർ ഒപ്പീനിയൻസ്. നിങ്ങളുടെ കൂട്ടുകാരെന്ത് പറയുമെന്ന് ചിന്തിക്കണ്ട, വീട്ടിലപ്പുറത്തെ ചേച്ചി എന്ത് പറയുമെന്ന് ചിന്തിക്കണ്ട. എക്സ്പ്രസ് യുവർ ഒപ്പീനിയൻസ്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്ത് നോക്കി പറയാനായിട്ട് ശീലിക്കുക. പാർട്ടിസിപ്പേറ്റ് ആക്റ്റീവ്ലി ഇൻ ഡിസ്കഷൻസ് ടു വാല്യൂ യുവർ ഇൻപുട്ട്. ഇപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്ന അവസരത്തിൽ ഞാൻ മിക്കവാറും കാണാറുണ്ട് കേട്ടോ, ഗ്രൂപ്പിൽ ഏതെങ്കിലും 1 2 പിള്ളേർ സ്ഥിരമായിട്ട് നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അവർ പല കാര്യങ്ങളും പറയും, ബാക്കിയുള്ളവർ ആ എനിക്ക് അവർ പറഞ്ഞതിനോടാ യോജിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ യാതൊരു ഒപ്പീനിയനും ഇല്ല, അവരുടേതായ യാതൊരു പോയിന്റുകളും ഉണ്ടെങ്കിൽ തന്നെ ഇവർ പറയത്തില്ല, വാ തുറന്ന് പറയത്തില്ല. എൻ്റെ കുട്ടികളുടെക്ക് ഞാൻ എപ്പോഴും പറയുന്ന സംഭവം, മക്കളെ ചോദിച്ചു കഴിഞ്ഞാൽ വാ തുറന്ന് എന്തെങ്കിലും പറയണം. എക്സ്പ്രസ് യുവർ ഒപ്പീനിയൻ. ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ്, അവോയ്ഡ് ഡ്വെല്ലിംഗ് ഓൺ എറേഴ്സ്, ട്രീറ്റ് മിസ്റ്റേക്സ് as ലേണിംഗ് എക്സ്പീരിയൻസസ്. ഇല്ലേ, ഒരു വ്യക്തി പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ തെറ്റുകൾ തിരുത്തുക എന്നാണ് അർത്ഥം.
അവന്റെ തെറ്റുകൾ തിരുത്തി തിരുത്തി പുതിയ തലത്തിലേക്ക് അവൻ എത്തുമ്പോഴാണ് അവന് പഠനം നടക്കുന്നത്. അല്ലാതെ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കുന്നത് പഠനമല്ല. കഴിഞ്ഞുപോയ തെറ്റുകളെ മറച്ച് അല്ലെങ്കിൽ അതിനെ തിരുത്തിക്കൊണ്ട് അതിനെ റെക്ടിഫൈ ചെയ്തുകൊണ്ട് പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുക. ടേക്ക് പ്രസന്റേഷൻ ഓപ്പർച്യൂണിറ്റീസ്. എപ്പോഴെങ്കിലും ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ ആ സാഹചര്യം മുതലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോളേജിൽ ഒരു ഫംഗ്ഷൻ വന്നു, സ്കൂളിൽ ഒരു ഫംഗ്ഷൻ വന്നു, നിങ്ങൾ എന്ത് ചെയ്യും? ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് അപ്പോഴേ കിട്ടിയുള്ളൂ. നിങ്ങൾക്ക് പറയാൻ വോട്ട് ഓഫ് താങ്ക്സ് എന്ന് പറയാവോ, വെൽക്കം സ്പീച്ച് എന്ന് പറയാവോ, ഒരു പാട്ടൊന്ന് പാടാ, അയ്യോ എനിക്ക് സ്റ്റേജിൽ കയറാൻ പേടിയാ, ഇല്ലേ? പക്ഷെ അങ്ങനല്ല വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്തണം. ഓക്കെ, ആ ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കോൺഫിഡൻസ് കിട്ടുന്ന അത്രയും ടൈം നമ്മൾ റിഹേഴ്സ് ചെയ്യുക. റിഹേഴ്സ് ചെയ്യുന്തോറും നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും. നമ്മൾ പറയത്തില്ലേ, പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. പെർഫെക്റ്റ് ആയിട്ട് ഒരു വ്യക്തിയില്ല. നമ്മൾ പ്രാക്ടീസിലൂടെ നമ്മളുടെ കോൺഫിഡൻസിനെ ബിൽഡപ്പ് ചെയ്യുന്നു. ഇനി build supporting networks. Connect with like-minded individuals for a comfortable space to share thoughts. നമുക്ക് നമുക്ക് പറ്റുന്ന നമ്മളുടെ ക്ലോസ് ആയിട്ടുള്ള നമ്മളുടെ ചിന്തകളോട് വൈബുള്ള ഒരേ വേവ് ലെങ്ത് ഉള്ളതെന്ന് ഇപ്പോൾ ഉള്ള ആൾക്കാർ പറയും. ഓക്കെ, അതിൽ ഒരേ വേവ് ലെങ്ത് ഉള്ള നമ്മളെ പോലെ ചിന്തിക്കുന്ന നമ്മളുടെ കംഫർട്ട് സോണിൽ നിൽക്കുന്ന നമ്മളുടെ തെറ്റുകളും നമ്മളുടെ ശരികളെയും അക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരുമായിട്ട് ഒരു ഗ്രൂപ്പ് നെറ്റ്വർക്ക് ഫോം ചെയ്യുക. സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. ഇത്ര കാലം നിന്ന് സുഖിച്ചില്ലേ, ഇത്ര കാലം പേടിച്ചൊരിടത്തിരുന്നില്ലേ, ഇനി അവനവനെ ഒന്ന് ചലഞ്ച് ചെയ്യേ, അവനവന്റെ ഫിയേഴ്സിനെ ഒന്ന് എൻകൗണ്ടർ ചെയ്യേ. നിങ്ങൾ ഈ പേടി വിട്ട് പുറത്ത് വാ, ഇല്ലേ? പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു വാ. നിങ്ങൾ നിങ്ങളെ ബൂസ്റ്റപ്പ് ചെയ്തു വാ. എംബ്രേസ് ചലഞ്ചസ്, ഫിയേഴ്സ്, ഫേസ് ഫിയേഴ്സ് ടു റിഡ്യൂസ് ഇൻഹിബിഷൻസ് ആൻഡ് ഗ്രോ. ഇല്ലേ? ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ചലഞ്ചസിനെ എംബ്രേസ് ചെയ്യാണ്. നിങ്ങൾ നിങ്ങളുടെ പേടിയെ ഫേസ് ചെയ്യാണ്. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു അപമാനങ്ങളെ, നിങ്ങളുടെ നാണങ്ങളെ, നിങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വാ. ഇവിടെ നിന്നെ കാത്തുകൊണ്ട് ഒരു പുതിയ സ്റ്റേജ് അവിടെ തുറന്നു കിടപ്പുണ്ട്. അത് മേ ബി നിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിരിക്കാം. പക്ഷെ അവിടെ നിന്ന് ആദ്യം കിട്ടുന്ന ക്ലാപ്പ് ഉണ്ടല്ലോ, നെക്സ്റ്റ് സ്റ്റേജിലേക്കും അടുത്ത സ്റ്റേജിലേക്കും പിന്നീട് നിന്റെ കയ്യിലൊരു മൈക്ക് ഇരിക്കാൻ പ്രാപ്തനാക്കും. സോ ആ ഒരു കംഫർട്ട് സോണ് കളഞ്ഞു വാടാ മക്കളെ. നെക്സ്റ്റ് ഈസ് ദ ബെനിഫിറ്റ്സ്. ബെനിഫിറ്റ്സ് ഓഫ് എന്താണ് ഈ ഇൻഹിബിഷനെ ഓവർകം ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെ? ഇറ്റ് എൻഹാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് ഇന്റർപേഴ്സണൽ കോൺഫിഡൻസ്. ഇറ്റ് റെഡ്യൂസ്ഡ് ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് ആൻഡ് ഫെയിലുവർ, പ്രൊമോട്ടിംഗ് പേഴ്സണൽ ഗ്രോത്ത്. ഇല്ലേ? അന്നേരം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇന്റർപേഴ്സണൽ കോൺഫിഡൻസിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ജഡ്ജ് ചെയ്യോ, ബാക്കിയുള്ളവർ എന്നെ എങ്ങനെ കാണും, ജഡ്ജ് ചെയ്യോ എന്നുള്ള ഫിയർ ഇല്ലാതാക്കുന്നുണ്ട്, തോറ്റു പോകുമോ എന്നുള്ളൊരു പേടി ഇല്ലാതാക്കുന്നുണ്ട്, നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഇൻഹിബിഷൻസ് ഇല്ലാതായാലുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. കാരണം ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ചാപ്റ്ററിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ വളരെ പോയിന്റ് വൈസ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കമൻറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് രേഖപ്പെടുത്തുക കേട്ടോ. കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം പറയും. ഓക്കെ, ബൈ.